ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്യുതനും അനന്തനും കൂടെ ചെയ്ത പ്ലാൻ സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാലനെ ധർമ്മൻ്റെ കല്യാണത്തിന് ഫ്രണ്ടിൽ തന്നെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇതിന് മുന്നേ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആ പ്ലാനിങ് എല്ലാം വിജയിച്ചു കേട്ടോ. എന്നിട്ട് ആദ്യത്തെ നമ്മുടെ ബാലം കൊണ്ടുവന്ന കല്യാണം എന്തായാലും മുടങ്ങിയല്ലോ. രണ്ടാമത് വേറൊരു നമ്മുടെ രാജശ്രീയുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുവിൻ്റെ ഒരു മകളുമായിട്ട് ഈ ഒരു വിവാഹം ഒരു ഉറപ്പിക്കുകയാണ്. ആ സമയത്ത് തന്നെ അങ്ങനെ നമ്മുടെ ധർമ്മനെ കൊണ്ട് താലി കെട്ടാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ബാലൻ ഈ കല്യാണത്തിന് മുൻപന്തിയിൽ പങ്കെടുക്കാൻ പാടില്ല, മാറി നിൽക്കണം എന്നാണ് അവരുടെ ഡിമാൻഡ്. പക്ഷേ ഇത് മറ്റുള്ളവരൊന്നും സമ്മതിക്കുന്നില്ല. ബാലന് മക്കളും മരുമക്കളും ഒന്നും സമ്മതിക്കുന്നില്ല. ഗോമതി പറയുന്നുണ്ട് ബാലേട്ടനില്ലാത്തൊരു ചടങ്ങിൽ ഞങ്ങളും വരുവാണെന്ന്. പക്ഷേ ബാലൻ പറയുന്നുണ്ട് സാരമില്ല, ഇതൊന്നും കേട്ട് നിങ്ങളാരും വിഷമിക്കണ്ട. എന്തായാലും ധർമ്മൻ നമ്മുടെ മോൻ തന്നെയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവണം. എത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അവന് നമ്മളും നമുക്ക് അവനും, അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവണം. ഞാനില്ലാന്ന് വെച്ചാൽ നിങ്ങളാരും വിഷമിക്കണ്ട. ഞാൻ പണ്ടേ അനാഥനാണല്ലോ, ഞാൻ എവിടെയൊക്കെ ഞാൻ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കതിലൊന്നും യാതൊരു വിഷമവുമില്ല. പക്ഷേ ആരൊക്കെയായാലും എന്തൊക്കെ പറഞ്ഞാലും അനാഥനായ എന്നെ നിൻ്റെ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് എന്നെ വളർത്തിയതും നല്ലൊരു നിലയിൽ എത്തിച്ചതും ആ ഒരു നന്ദി എനിക്ക് അവരോടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദിരാമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ധർമ്മൻ്റെ വിവാഹം. അതിനിപ്പം ഞാൻ മാറിക്കൊടുത്തെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല, നടക്കട്ടെ, വിവാഹം നടക്കണം, അതാണ് വേണ്ടത്. അങ്ങനെ ബാലൻ എല്ലാവരോടും താക്കീതായിട്ട് പറയുന്നുണ്ട് എൻ്റെ പുറകിൽ ആരും വന്നേക്കരുതെന്ന്. പക്ഷേ മനസ്സ് തകർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബാലൻ ആ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഇതായാലും നമ്മുടെ നന്ദൻ കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബാലൻ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ താലികെട്ടും കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാലയുടെ ചടങ്ങും ഒക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി ഓടിപ്പടിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. ബാലൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ. ബാലൻ ആകെ കരഞ്ഞ് തളർന്നിരിക്കുകയാണല്ലോ. ബാലനോട് വന്ന് പറഞ്ഞ ബാലേട്ട, ഇത് വലിയൊരു ചതിയായിപ്പോയി. ഇത്ര കാലം നമ്മുടെ ധർമ്മൻ കൂടെ ഇരുന്നിട്ട് അവസാനം അവനൊരു ആവശ്യം വരുന്നപ്പോൾ നമ്മളെ പുറന്തള്ളിയില്ലേ, ഇത് അവർ മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നണമെന്ന് ഗോമതി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാലൻ പറയാണ് സാരമില്ല, എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ ധർമ്മൻ്റെ വിവാഹം കഴിഞ്ഞു. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ധർമ്മനെയും പെണ്ണിനെയും ഒന്ന് അനുഗ്രഹിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പറഞ്ഞു തീർന്നില്ല. ധർമ്മൻ പെണ്ണിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരിക കേട്ടോ. അളിയാന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. ആ പെങ്കൊച്ചിനെയും കയ്യിൽ വലിച്ചിഴച്ച് കൊണ്ടുവരുവാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബാലനും അതുപോലെ ഗോമതി കൂടെ അന്തം വിട്ടു പോകട്ടോ. ധർമ്മൻ ദേ പെണ്ണിനെയും വിളിച്ചിട്ട് വരുന്നു. എന്നിട്ട് ഓടി വന്ന് ആ കാലി തൊട്ട് തൊഴുതിട്ട് പറയുന്നുണ്ട്, ആദ്യം എനിക്ക് എൻ്റെ ചേച്ചിയുടെയും അളിയൻ്റെയും അനുഗ്രഹം തന്നെ വേണം എന്നും പറഞ്ഞ് ആ കൊച്ചിനോടും പറയുന്നുണ്ട് കാലിൽ തൊട്ട് തൊഴാൻ. അങ്ങനെ അവർ കാലിലൊക്കെ തൊട്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് ബാലനാണെങ്കിൽ ഒരുപാട് സന്തോഷം. കാരണം സ്വന്തം മകനെ പോലെയാണല്ലോ നമ്മുടെ ധർമ്മൻ, അത്ര സ്നേഹം കേട്ടോ. അങ്ങനെ ധർമ്മനും ഇതിലുള്ള ചതി എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതോടുകൂടി ധർമ്മൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും നന്ദൻ അവിടെ നിൽപ്പുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ രാമേട്ടൻ അങ്ങോട്ട് വരുന്നത്. അതിന് ഏതായാലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും ഉറപ്പ്. അപ്പോൾ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്